തിരുവനന്തപുരത്ത് വെച്ച് സ്കൂട്ടർ യാത്രക്കാരനെ ചവിട്ടിയ ബൈക്ക് യാത്രക്കാരനെതിരെ കൊല്ലത്ത് മോട്ടോർ വാഹന വകുപ്പിന്റെ നടപടി. ചടയമംഗലം സ്വദേശി ശ്രീകാന്തിന്റെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യാൻ നടപടി തുടങ്ങി. കേസെടുക്കാൻ അനുമതി തേടി മോട്ടോർ വാഹന വകുപ്പ് കോടതിയെ സമീപിച്ചു. ദിലീപ് ദേവസ്യയുണ്ട്. ദിലീപ്, കഴിഞ്ഞ ദിവസങ്ങളിൽ സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ വ്യാപകമായി പ്രചരിക്കപ്പെട്ട ഒരു ദൃശ്യമാണ്. ഒരു KSRTC ബസ്സിനെ മറികടന്നുകൊണ്ട് കയറി വന്ന പൾസർ NS ബൈക്ക് ഓടിച്ചിരുന്ന വ്യക്തിയാണ് ഈ ശ്രീകാന്താണ് അതിന് മുമ്പിൽ പോയിരുന്ന ഒരു സ്കൂട്ടർ യാത്രക്കാരനെ അകാരണമായി ചവിട്ടി വീഴ്ത്തുകയും ചെയ്തിരുന്നത്. ശ്രീകാന്തിൻ്റെ പുറകിലിരുന്ന പെൺകുട്ടിയുടെ ചെരുപ്പുൾപ്പെടെ തെറിച്ചു പോയെങ്കിലും ഇയാൾ വാഹനവും എടുത്ത് അവിടെ നിന്ന് മുങ്ങുകയായിരുന്നു. ഇപ്പോൾ എന്ത് നടപടിയാണ് ഇയാൾക്കെതിരെ സ്വീകരിക്കുന്നത്? എന്തുകൊണ്ടാണ് ഈ തരത്തിൽ മറ്റൊരു വാഹനയാത്രക്കാരനെ ആക്രമിച്ച് ഒരുപക്ഷെ മരണം പോലും ഇടയാക്കാൻ തരത്തിലുള്ള ഒരു അപകടം സൃഷ്ടിച്ചതെന്ന് ഈ ശ്രീകാന്ത് MVD പറഞ്ഞിട്ടുണ്ടോ? ബിനിൽ, വളരെ അപകടകരമായിട്ടുള്ള ഒരു സംഭവമാണ് അവിടെ നടന്നത്. ആ ദൃശ്യങ്ങളിൽ തന്നെ നമുക്ക് വ്യക്തമായി കാണാവുന്നതാണ്. അതായത് ഒരു യുവതിയെ പിന്നിലിരുത്തിക്കൊണ്ട് ശ്രീകാന്ത് മറ്റൊരു സ്കൂട്ടറുകാരനെ ചവിട്ടുന്നു. അദ്ദേഹം വീണോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് വ്യക്തമായി അറിയില്ല. ഒരു പക്ഷേ ആ സമയത്ത് തന്നെ ശ്രീകാന്തും ആ യുവതിയും നിലത്ത് വീഴാനുള്ള സാധ്യതയുണ്ടായിരുന്നു. KSRTC ബസ് പിന്നിൽ നിർത്തുന്നുണ്ട്. ആ KSRTC ബസ് നിർത്തുന്നതായിട്ട് കാണാം. ഒരു പക്ഷേ ആ KSRTC ബസ് ഇവർ വീണിരുന്നെങ്കിലോ KSRTC ബസ് കയറിയിരുന്നല്ലോ, അങ്ങനെയെല്ലാം ഒരു പക്ഷേ സംഭവിക്കാമായിരുന്നു. പക്ഷേ ഭാഗ്യവശാൽ അങ്ങനെ ഒന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇതിൽ എടുത്തു പറയേണ്ടത്. മറ്റൊരു കാര്യം, ഈ ചവിട്ട് കൊണ്ട ആൾ ആരാണെന്നുള്ള കാര്യത്തിൽ വ്യക്തമായത് വന്നില്ല. ഒരു കോട്ടയം സ്വദേശിയുടെ കാറിന് പിന്നിൽ ഘടിപ്പിച്ച ക്യാമറയിൽ നിന്നാണ് ഈ ദൃശ്യങ്ങൾ കണ്ടെത്തിയത്. തിരുവനന്തപുരം കഴക്കൂട്ടത്ത് വെച്ച് കഴിഞ്ഞ 19-ാം തീയതിയായിരുന്നു സംഭവം ഉണ്ടായത്. വൈകുന്നേരം ഒരു യുവതിയെയും പിന്നിലിരുത്തി വരുന്ന ശ്രീകാന്ത് ഒരു സ്കൂട്ടർ യാത്രക്കാരനെ ചവിട്ടുന്നു. നേരത്തെ ബിന്നിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ആ യുവതിയുടെ ചെരുപ്പടക്കം നിലത്ത് വീഴുന്നു. ഇവർ വീഴാതെ രക്ഷപ്പെടുന്നു. ഈ കാറുകാരൻ ഈ ദൃശ്യങ്ങൾ, അത് കോട്ടയം സ്വദേശി കാറുകാരൻ ഈ ദൃശ്യങ്ങൾ മോട്ടോർ വാഹന വകുപ്പിന് കൊടുക്കുകയായിരുന്നു. ഇതിൽ ബിന്നിൽ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, ഇതിൽ പരാതിക്കാരനില്ല. കാരണം മോട്ടോർ വാഹന വകുപ്പ് ഇദ്ദേഹത്തെ, അതായത് അപകടകരമായ വിധത്തിൽ വാഹനം ഓടിച്ചതിന് ഇയാൾക്കെതിരെ നടപടി സ്വീകരിക്കുന്നതിന് വേണ്ടി കൊട്ടാരക്കര കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. എന്തായാലും നടപടി ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ ഉറപ്പ് തന്നെയാണ്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ തന്നെ കാണാം. തീർച്ചയായും ദിലീപ്, എന്തിനാണ് ഈ വാഹനയാത്രക്കാരൻ, ഈ സ്കൂട്ടറുകാരനെ, ഈ ബൈക്കുകാരൻ ചവിട്ടിയത് എന്ന് സംബന്ധിച്ച് എന്തെങ്കിലും വ്യക്തതയുണ്ടോ? ബിനിൽ, വാഹനം ഓടിച്ചു വരുമ്പോഴുണ്ടാകുന്ന ഈ മറികടക്കലിനെ സംബന്ധിച്ചുണ്ടായ ഒരു തർക്കമാണ് ഉണ്ടായത്. അദ്ദേഹം ശ്രീകാന്തിൻ്റെ വാഹനത്തിന് മുന്നിൽ കയറി വന്നു, പെട്ടെന്ന് വെട്ടിച്ചു പോയി എന്നുള്ള ഒരു ന്യായമാണ് ഈ ശ്രീകാന്ത് തൊടുന്യായം പറഞ്ഞു. ഒരിക്കലും ന്യായീകരിക്കാനാവാത്ത ഒരു പ്രവൃത്തിയാണ് ശ്രീകാന്ത് എന്ന് പറയുന്ന ഈ ബൈക്ക് യാത്രികൻ ചെയ്തിരിക്കുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു ദിലീപ് ദേവസ്യ.